ഒരു കഥ ചൊല്ലട്ടുമ്മ. ഒരു പെൺകുട്ടി ഒരു വ്യക്തിയുമായി പ്രണയത്തിലാവുകയും അയാൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിനിടയിൽ ആ വ്യക്തിയുടെ വിവാഹം മറ്റൊരു സ്ത്രീയുമായി ഉറപ്പിക്കുന്നു. ഇതറിയുന്ന നമ്മുടെ കഥാനായിക ആ വ്യക്തി അവളെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് തടയുന്ന ഒരു പെർമനന്റ് പ്രോഹിബിറ്ററി ഇൻജങ്ഷൻ ലഭിക്കുന്നതിനായി കോടതിയിൽ ഒരു സ്യൂട്ട് അഥവാ സിവിൽ കേസ് ഫയൽ ചെയ്യുന്നു. ആ വ്യക്തി ഈ പെൺകുട്ടിക്ക് എഴുതിയ കത്തുകളും ഇവർ തമ്മിലുള്ള ഫോട്ടോഗ്രാഫ്സും സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി വെക്കുന്നുണ്ട്. ഒരു ഇന്ററിം ഇൻജങ്ഷൻ ആപ്ലിക്കേഷനും ഫയൽ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കോടതി ഇൻജങ്ഷൻ അലൗ ചെയ്യുമോ? ദിസ് ഈസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. 2019 കേരള ജുഡീഷ്യൽ സർവീസ് മെയിൻ റിട്ടൺ എക്സാമിനേഷനിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നമുക്ക് ആലോചിക്കാം. ബട്ട് ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് ദിസ് ഇൻജങ്ഷൻ? ഇറ്റ് ഈസ് എ കോർട്ട് ഓർഡർ. ഈ കാര്യം ചെയ്യൂ അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യരുത് എന്നൊരു വ്യക്തിയോട് പറയുന്ന കോടതിയുടെ ഉത്തരവാണ് ഇൻജങ്ഷൻ ഓർഡർ. ഇൻജങ്ഷൻസ് ദ സ്പെസിഫിക് റിലീഫ് ആക്ടിലും CPC ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിലുമാണ് ഡിഗ്രി ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 2 ടൈപ്സ് ഓഫ് ഇൻജങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രോഹിബിറ്ററി ഇൻജങ്ഷൻ. അത് തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, ടെമ്പററി ആൻഡ് പെർമനന്റ്. ടെമ്പററി ഓർ ഇന്ററിം പ്രോഹിബിറ്ററി ഇൻജങ്ഷൻ എന്നും പറയാം. പേര് പോലെ തന്നെ അതൊരു താൽക്കാലിക ഇൻജങ്ഷൻ ആണ്. ഒരു സ്പെസിഫിക് ടൈം വരെ മാത്രമേ, അല്ലെങ്കിൽ കോടതിയുടെ മറ്റൊരു ഉത്തരവ് വരുന്നത് വരെ മാത്രമേ ആ ഇൻജങ്ഷൻ നിലനിൽക്കുകയുള്ളൂ. അത് ഒരു സ്യൂട്ടിന്റെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും കോടതിക്ക് നൽകാവുന്നതാണ്. അത് ഗ്രാന്റ് ചെയ്യുന്നത് ഓർഡർ 39 CPC പ്രകാരമാണ്. ഫോർ എക്സാമ്പിൾ, കേസ് തീർപ്പാകുന്നത് വരെ ഈ കെട്ടിടം നിർമ്മിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണം. പെറ്റീഷണറിന്റെ ആപ്ലിക്കേഷനിൽ അങ്ങനെ ഒരു ഇന്ററിം ഇൻജങ്ഷൻ ഓർഡർ റെസ്പോണ്ടന്റിനെതിരെ കോടതിക്ക് പുറപ്പെടുവിക്കാവുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് പെർപെച്വൽ ഓർ പെർമനന്റ് പ്രോഹിബിറ്ററി ഇൻജങ്ഷൻ. സെക്ഷൻ 37 and 38 ഓഫ് ദി സ്പെസിഫിക് റിലീഫ് ആക്ടിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പെർപെച്വൽ മീൻസ് കണ്ടിന്യൂയിങ് ഫോർ എവർ. കോടതി ഹിയറിംഗിനൊക്കെ ശേഷം കേസിന്റെ അവസാനമായി പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥിരമായ ഉത്തരവാണ്. ഇതൊരാളെ ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കാൻ സ്ഥിരമായി തടയുന്നു. ഫോർ എക്സാമ്പിൾ, പുഴയിലേക്ക് ഈ ഫാക്ടറിയിൽ നിന്നും ഇനി മേലാൽ മാലിന്യം കളയരുതെന്നും പറഞ്ഞ് കോടതിക്ക് ഫാക്ടറി ഉടമകൾക്കെതിരെ ഒരു പെർമനന്റ് ഇൻജങ്ഷൻ ഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യുന്ന ആളെ പ്ലെയിന്റിഫ് എന്നും ആർക്കെതിരെയാണോ അത് ഫയൽ ചെയ്തിരിക്കുന്നത് അയാളെ ഡിഫൻഡന്റ് എന്നും പറയുന്നു. സോ the plaintiff is the one who complains, claiming that their legal right has been violated and seeking relief from the court. On the other hand, a defendant is one who defends, who is required to answer the plaintiff's claims. So here, defendant plaintiffന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ഉള്ള റൈറ്റോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ കോടതി പെർപെച്വൽ ഇൻജങ്ഷൻ ഗ്രാന്റ് ചെയ്യുന്നതാണ്. 1. ഡിഫൻഡൻസ് പ്ലെയിന്റിഫിന്റെ പ്രോപ്പർട്ടിയുടെ ട്രസ്റ്റി ആണെങ്കിൽ. സെക്കൻഡ് വൺ, ആക്ച്വൽ ഡാമേജ് അസർട്ടൈൻ ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ. തേർഡ് വൺ, കോമ്പൻസേഷൻ ഇൻ മണി മതിയായ റിലീഫ് നൽകിയില്ലെങ്കിൽ. ഫോർത്ത് വൺ, മൾട്ടിപ്ലിസിറ്റി ഓഫ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് മീൻസ് ഈ ഒരു കാരണം കൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി വരാൻ സാധ്യതയുള്ള കേസുകൾ തടയുന്നതിന്. ഇത്തരം കാര്യങ്ങൾക്കാണ് പെർപെച്വൽ ഇൻജങ്ഷൻ സാധാരണയായി കോടതി ഗ്രാന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പ് ഇൻജങ്ഷൻ ആണ് മാൻഡേറ്ററി ഇൻജങ്ഷൻ. അത് സെക്ഷൻ 39 ഓഫ് ദ സ്പെസിഫിക് റിലീഫ് ആക്ടിലാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു നിർബന്ധ നിർദ്ദേശ ഉത്തരവാണ്. ഇതൊരു വ്യക്തിയോട് ഒരു സ്പെസിഫിക് ആക്ട് നിർബന്ധമായും ചെയ്യാൻ കോടതി ഉത്തരവിടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിയമവിരുദ്ധമായി പണിതിരിക്കുന്ന ഈ കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണം. ഇനി ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇൻജങ്ഷൻ ലഭിക്കാത്തത് എന്ന് നോക്കാം. സെക്ഷൻ 41 ഓഫ് ദി സ്പെസിഫിക് റിലീഫ് ആക്ടിൽ അത്തരം സാഹചര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത് തടയുന്നതിനായി, മീൻസ് ഒരു കേസ് കൊടുക്കുന്നത് തടയുന്നതിനായി ഇൻജങ്ഷൻ കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ ഒരു വ്യക്തിയെ എന്തെങ്കിലും ലെജിസ്ലേറ്റീവ് ബോഡിയെ സമീപിക്കുന്നത് തടയുന്നതിനോ, ഒരാളെ ക്രിമിനൽ മാറ്റേഴ്സ് പ്രൊസീഡ് ചെയ്യുന്നത് തടയുന്നതിനായോ, ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് പ്രിവെന്റ് ചെയ്യുന്നതിനായോ, അതുപോലെ പ്ലെയിന്റിഫിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മാറ്ററിലോ, നിയമത്തിന് മുന്നിൽ പ്ലെയിന്റിഫ് ഓർ അവരുടെ ഏജന്റ്സ് അൺക്ലീൻ ഹാൻഡ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ, അതായത് അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൊണ്ട് ആ ഇൻജങ്ഷൻ ലഭിക്കാൻ അവർക്ക് അർഹതയില്ലെങ്കിൽ, അതുപോലെ ഈ ഇൻജങ്ഷൻ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെ ഡിലേ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, ഇൻജങ്ഷന് തത്തുല്യമായ മറ്റൊരു റിലീഫ് വേറെ മാർഗത്തിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ അത്തരം സാഹചര്യങ്ങളിൽ കോർട്ട് വിൽ റെഫ്യൂസ് ടു ഗ്രാന്റ് ഇൻജങ്ഷൻ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കഥ, ആ വ്യക്തി മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നത് തടഞ്ഞൊരു പ്രോഹിബിറ്ററി ഇൻജങ്ഷൻ കോടതി ഓർഡർ ചെയ്യുമോ? നോ, അപ്രകാരം സാധ്യമല്ല. കോടതികൾ സാധാരണയായി പേഴ്സണൽ റൈറ്റ്സിനെ അഫക്ട് ചെയ്യുന്ന മാറ്റേഴ്സിൽ ഇൻജങ്ഷൻ കൊടുക്കാറില്ല. അത്തരം കേസുകളിൽ ക്രിമിനൽ കോടതിയെ സമീപിക്കുന്നതാവും ഉചിതം.